Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മൂന്നാമത് അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവം മെയ് 19 മുതൽ 24 വരെ നടക്കും. മെയ് 17 ശ്രീശങ്കര നാട്യമണ്ഡപത്തിൽ തിരനോട്ടത്തോടു കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൂന്നാമത് അന്തർദേശീയ ശ്രീശങ്കര നൃത്ത സംഗീതോത്സവം പുണ്യഭൂമിയായ കാലടിയിൽ മെയ് 19 മുതൽ 24 വരെ നടക്കും. മെയ് 17 ശ്രീശങ്കര നാട്യമണ്ഡപത്തിൽ തിരനോട്ടത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. അന്തരിച്ച കലാകാരൻ സുനിൽ ഭാസ്കറിൻ്റെ സ്മരണ നിലനിർത്തിക്കൊണ്ടാണ് ശ്രീശങ്കര നാട്യമണ്ഡപത്തിൽ പരിപാടി നടക്കുക. പ്രധാന പരിപാടികൾ കാലടി നാസ് ഓഡിറ്റോറിയത്തിലാണ്. എല്ലാ ദിവസവും വൈകിട്ട് 4 മുതൽ 9 വരെ ഗ്രൂപ്പിനങ്ങളും 77 ഗ്രൂപ്പിനങ്ങളും ലോകപ്രശസ്ത കലാകാരന്മാരുടെയും പ്രകടനവും ഉണ്ടാകും. അന്തരിച്ച കലാകാരൻ RLV വേണു കുറുമശ്ശേരിയുടെ നാമധേയത്തിൽ ആണ് നാസ് ഓഡിറ്റോറിയം ഈ ഫെസ്റ്റിവലിൽ അറിയപ്പെടുക. ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുന്നത് ലോകപ്രശസ്ത കലാകാരൻ പത്മശ്രീ ജേതാവ് ജയറാം റാവു സാറാണ്. തുടർന്ന് നിരവധി നൃത്ത പരിപാടികൾ നടക്കും. അദ്വൈത ഭൂമിയുടെ മഹത്വം വിളിച്ചോതുന്ന സമർപ്പണം എന്ന നൃത്ത പരിപാടിയോടുകൂടിയാണ് കലാപരിപാടികൾ ആരംഭിക്കുക. ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസും PTA-യുമാണ് മൂന്നാമത് അന്തർദേശീയ നൃത്ത സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിവൽ നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. മൺമറഞ്ഞ കലാകാരന്മാരെ സ്മരിക്കുന്നതിന് പ്രധാന വേദിയായ നാസിന് RLV വേണു കുറുമശ്ശേരിയുടെയും ശ്രീശങ്കര നാട്യമണ്ഡപത്തിന് സുനിൽ ഭാസ്കറിന്റെയും പേരുകളാണ് നൽകിയിട്ടുള്ളത്. പത്മശ്രീ ജേതാവായ സീനിയർ ഗുരു ജയറാമറാവു ഞായറാഴ്ച നാസ് ഹാളിൽ നടക്കുന്ന ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ മുന്നോടിയായിട്ട് ഏകദേശം 150 എൻട്രികളാണ് ഇവിടേക്ക് വന്നത്. അതിൽ ടെക്നിക്കൽ കമ്മിറ്റിയും സംഘാടക കമ്മിറ്റിയും ഒരുമിച്ചുകൊണ്ട് ഒരു ദിവസം അതിൻ്റെ വീഡിയോ നോക്കി അതിൽ നിന്ന് അതിപ്രശസ്തരായ കഴിവുറ്റ കലാകാരന്മാരാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അവരെ കാലടിയിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക അത്ര എളുപ്പമുള്ള കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. അപ്പോൾ അവിടെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഏകദേശം 95% ക്രമീകരിച്ചു കഴിഞ്ഞു. രക്ഷാധികാരി റോജി M. ജോൺ MLA മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഫെസ്റ്റിവൽ ചെയർമാൻ KT സലീം അധ്യക്ഷത വഹിക്കും. 3 അന്തർദേശീയ നൃത്ത സംഗീതോത്സവം മൂന്നാമത്തെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ കുട്ടികളെ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിവെച്ച ഈ കലാലയം ഇന്ന് 18ഓളം സെൻറ്ററുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അന്തർദേശീയ തലത്തിലുള്ള ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നല്ല കലാകാരികളുടെ പ്രകടനമാണ് ഓരോ നൃത്ത പ്രോഗ്രാമിലും ഇവിടെ നടക്കാൻ പോകുന്നത്. ഏകദേശം 1 വർഷം മുമ്പ് തുടങ്ങിവെച്ച ഈ പരിപാടി ഇപ്പോൾ മെയ് 19 ആരംഭിക്കുമ്പോൾ നമുക്കിവിടെ കാലടിയെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ തിരക്കേറിയ ഒരു ചെറിയ പട്ടണമാണ്. നമ്മൾ വരുന്നവർക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ശൃംഗേരി ഗ്രൗണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ വരുന്ന പേരൻസിനും കുട്ടികളും സ്നാക്സ് ആൻഡ് വെള്ളമൊക്കെ കൃത്യമായി തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഉദ്ഘാടന ചടങ്ങിനു ശേഷം സമർപ്പണ നൃത്തം നടക്കും. തുടർന്ന് 5 മണിക്ക് പത്മശ്രീ ജേതാവ് ന്യൂഡൽഹിയിൽ നിന്നുള്ള നാട്യരത്ന ഗുരു ജയറാമ റാവുവും സംഘവും അവതരിപ്പിക്കുന്ന കുച്ചിപ്പുടി അരങ്ങേറും. തുടർന്ന് കൊൽക്കത്തയിൽ നിന്നുള്ള ജൽസ ചന്ദ്രയുടെ കഥകും 7 മണിക്ക് കൾച്ചറൽ അംബാസഡർ അനില ജോഷിയുടെ ഭരതനാട്യവും അരങ്ങേറും. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 4 മുതൽ 5 വരെയും രാത്രി 7 മുതൽ 9 വരെയും ഗ്രൂപ്പിനങ്ങൾ നടക്കും. ഈ കാലടിയെയും ശങ്കരനെയും കൊണ്ടുവരണം, ശ്രദ്ധ അന്തർദേശീയ തലത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള സദുദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് മൂന്നാമത് നമ്മളെ അന്തർദേശീയ നൃത്തോത്സവം തുടങ്ങി വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് മൂന്നാമത്തെ അന്തർദേശീയ സമാപന ദിവസമായ മെയ് 22 4 മണിക്ക് സംഗീതോത്സവം. തുടർന്ന് വിതുൻ കുമാറിന്റെ ഭരതനാട്യം, RLV കോളേജ് അധ്യാപകൻ BK ഷഫീഖുദ്ദീന്റെയും ഷബാന ഷഫീഖുദ്ദീന്റെയും ഭരതനാട്യവും നടക്കും. തുടർന്ന് ശ്രീശങ്കരാചാര്യ ബിസ് അവാർഡ്, നിഷ പൈലി, സിബി സുനിൽകുമാർ, മിനി ഡൊമിനിക് എന്നിവർക്ക് സമർപ്പിക്കും. വൈകിട്ട് 7 മണിക്ക്
നർത്തകി സുധാ പീതാംബരന്റെ നേതൃത്വത്തിൽ മോഹിനിയാട്ടമുണ്ടാകും. നൃത്തപ്രവേശനത്തിന്റെ 50 വർഷം പൂർത്തിയാക്കിയ സുധാ പീതാംബരനെ PTA അനുമോദിക്കും. ഗ്രൂപ്പിനങ്ങളോടെ ഫെസ്റ്റിവലിൽ നൃത്ത ഇനങ്ങൾ സമാപിക്കും. റോജി എം ജോൺ MLA സമാപന സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. PTA പുരസ്കാരങ്ങളും MLA സമ്മാനിക്കും. ഈ ഫെസ്റ്റിവലിലെ നമ്മുടെ ഒരു സവിശേഷത, ഈ അടുത്ത കാലത്ത് 4 കലാകാരന്മാർ നമ്മളെ വിട്ടുപിരിക്കും. ആ 4 കലാകാരന്മാരെ സ്മരിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ഫെസ്റ്റിവൽ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. നാസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഫെസ്റ്റിവലിന് RMB വേണു കുറുശ്ശേരി നഗറിൽ, ഈ മണ്ഡപത്തിൽ നടക്കുന്ന തിരുനോട്ടത്തിന് സുനിൽ ഭാസ്കർ മെമ്മോറിയൽ ഹാൾ എന്നും നമ്മൾ നാമകരണം ചെയ്തുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നമ്മോട് സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള പത്രപ്രവർത്തകരായാലും കലാകാരന്മാരായാലും അവരെല്ലാം അനുയോജ്യമായ രീതിയിൽ നമ്മൾ ബഹുമാനിച്ചുകൊണ്ടും സ്മരിച്ചുകൊണ്ടുമാണ് നമ്മുടെ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്. പ്രൊഫസർ PV പീതാംബരൻ, KT സലീം, AR അനിൽകുമാർ, MK ലെനിൻ, KN ജയകൃഷ്ണൻ, N ഗംഗകുമാർ, മിനി ഷാജി, രാകേഷ് വിപിൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.